പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ വലിയ ഭക്തിയും ആ രക്തത്തെ ആരാധിച്ച് സ്വീകരിച്ചും നമ്മുടെ രക്ഷ കൈവരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ പുണ്യമായ മാസത്തില് നമുക്ക് ദൈവത്തിന്റെ ആ സ്നേഹം നമുക്ക് സ്വീകരിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ അൽത്താരയിലേക്ക് നോക്കുമ്പോ പിതാവായ ദൈവം രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകുന്ന വിശുദ്ധ കുർബാന, ഈശോയുടെ കുരിശുമരണം, അത് നാം കാണുകയാണ്, അനുഭവിക്കുകയാണ്. നമ്മൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഇതാ പിതാവായ ദൈവം ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് തന്റെ ഏകജാതനെ നമുക്ക് നൽകുകയാണ്. ആ ഏകജാതന്റെ രക്തം ചിന്തിയുള്ള ബലിയിലൂടെ, ആ രക്തത്തിലൂടെ നമ്മെ വീണ്ടെടുക്കുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം, രക്തം ചിന്തിക്കൊണ്ട് രക്തം നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച ഈശോയുടെ സ്നേഹത്തിന്റെ പാരമ്യം ഇരു കാര്യങ്ങൾ വിരിച്ചു പിടിച്ച് ചങ്കുകുത്തി തുറന്ന് കീറി മുറിയാത്ത ഒരിടം പോലും ഇല്ലാത്ത രീതിയിൽ തന്റെ രക്തം അതുപോലെ ഊറ്റി നൽകിയ പുത്രനായ ഈശോയുടെ സ്നേഹത്തിന്റെ പാരമ്യം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അച്ചടിട്ടിരിക്കുന്ന ഈ ഉറാറയില് പെലിക്കൻ പക്ഷി തന്റെ ചങ്ക് കുത്തി തുറന്നുകൊണ്ട് തന്റെ കുഞ്ഞുങ്ങൾക്ക് രക്തം കൊടുക്കുന്ന ഒരു പ്രതീകാത്മകമായ ഒരു ചിത്രമുണ്ട്. അൽത്താരയുടെ അടിയിലുമൊക്കെ നമ്മൾ പല ദേവാലയത്തിൽ കാണുന്നതാണ്. ജീവൻ നൽകുന്ന, രക്തം നൽകുന്ന വലിയ സ്നേഹമാണ് കർത്താവിന്റെ തിരുരക്തത്തിന്റെ വലിയ സന്ദേശം. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രക്ഷ കൈവരിക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ ഇന്നലെ കണ്ടു, പാപം ചെയ്ത് ജീവൻ നഷ്ടപ്പെട്ട് ചൈതന്യം നഷ്ടപ്പെട്ട് ജഡമായിട്ട് മാറിയ മനുഷ്യന് അതിന്റെ അനന്തര ഫലങ്ങൾ പേറേണ്ടി വന്നു. നഗ്നത പ്രശ്നമായി ജഡമായിട്ട് മാറി. അതിന്റെ പൈശാചിക ശക്തികള്, അതുമായിട്ട് ബന്ധപ്പെട്ട മലിനത, ആസക്തി, ഇതെല്ലാം കൊണ്ട് നിറയപ്പെട്ടു. അതിന് അനന്തര ഫലമായിട്ട് നഗ്നത വലിയ പ്രശ്നമായി മാറിയപ്പോ ദൈവം ഇടപെട്ടതും കുഞ്ഞാടിന്റെ രക്തസാന്നിധ്യമുള്ള തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കിയതും, അങ്ങനെ ദൈവം പാപത്തിന്റെ അനന്തര ഫലങ്ങളെ മറച്ചു പിടിച്ച് അവനെ സ്നേഹിക്കുന്നതും നമ്മൾ കണ്ടു. ഇനി അങ്ങോട്ട് പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ രക്തസാന്നിധ്യത്തിന്റെ ബലിയർപ്പണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതും ഇന്നലെ നമ്മൾ കണ്ടു. ലേവ്യരുടെ പുസ്തകത്തില് 16ഉം 17ഉം അധ്യായത്തില് പാപപരിഹാര ബലിയെക്കുറിച്ചും രക്തത്തിലൂടെയുള്ള വിശുദ്ധീകരണത്തെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട ബലിയർപ്പണത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോ ആടിന്റെയും കാളകളുടെയും രക്തം ചിന്തിക്കൊണ്ട് പാപ പരിഹാരത്തിനു വേണ്ടി കർത്താവ് ബലിയർപ്പിക്കുവാൻ ലേവ്യരുടെ പുസ്തകത്തിലും മോശയിലൂടെയും ഒക്കെ അതിശക്തമായിട്ട് ദൈവം പറയുന്നു. അതുകൊണ്ട് പഴയ നിയമത്തില് അനേകം ബലിയർപ്പണങ്ങള്, ആയിരക്കണക്കിന് ആടുകളെ കൊല്ലുന്ന, കാളകളെ കൊല്ലുന്ന നിരന്തരമായ ബലിയർപ്പണങ്ങള് സോളമൻ ദേവാലയം നിർമ്മിച്ചു കഴിഞ്ഞപ്പോ എത്രയോ ആയിരക്കണക്കിന് ആടുകളും കാളക്കുട്ടികളും അറക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിക്കുമ്പോ ഒരാടിനെ കൊണ്ടുവന്ന്, ഒരു മൃഗത്തെ കൊണ്ടുവന്ന് ആ ജനത്തിന്റെ പാപം മുഴുവൻ ആ മൃഗത്തിലേക്ക് ആവാഹിപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയുണ്ട്. പാപം വഹിക്കുന്ന ഒരു മൃഗം, പാപം ഏറ്റെടുക്കുന്ന മൃഗം. അതുകൊണ്ടാണ് ഈശോയെ കുറിച്ച് പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വചനം പറഞ്ഞില്ലേ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പാപം വഹിക്കുന്നവൻ, പാപം ഏറ്റെടുക്കുന്നവൻ.
നമ്മളതിനെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കും. ഇവിടെ മക്കളെ, അങ്ങനെ അവരുടെ പാപങ്ങളൊക്കെ ഈ മൃഗത്തിന്റെ മേല് ആരോപിച്ചുകൊണ്ട്, ആ മൃഗത്തിന്റെ മേല് ഏൽപ്പിച്ചുകൊണ്ട്, അതെല്ലാം വഹിക്കുന്ന ആ മൃഗത്തെ കൊല്ലുകയാണ്. അതിന്റെ രക്തം ബലിപീഠത്തില് ചിന്തിക്കൊണ്ട് തളിച്ചുകൊണ്ട്, ജനത്തിന്റെ മേൽ തളിച്ചുകൊണ്ട്, ഇതാ പാപപരിഹാരത്തിനു വേണ്ടി ബലിയർപ്പിക്കുന്ന, രക്തം ചിന്തി ബലിയർപ്പിക്കുന്ന വലിയ പ്രവൃത്തി പരിഹാര ബലിയായിട്ട് ജനം ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ കണ്ടു. ആ വചനം ഒരിക്കൽ കൂടി ഇന്ന് കാണുകയാണ്. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനത്തിലും ദൈവം തന്നെ നിശ്ചയിച്ച ആ രക്ഷാകര ബലിയുടെ രക്തത്തിന്റെ സാന്നിധ്യം അത് നമ്മൾ മറക്കാതെ ഒരിക്കൽ കൂടി സേവിക്കാം. എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയാണ്. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. ഇന്നലെ ഒരു സഹോദരനോട് ചോദിച്ചു, അച്ഛാ, പാപത്തിന് നമുക്ക് എന്താ പരിഹാരം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പരിഹാരം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പരിഹാരം ദൈവത്തിനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രായശ്ചിത്തം. നമ്മുടെ ത്യാഗപ്രവൃത്തികള്, നമ്മുടെ നന്മ പ്രവൃത്തികള്, നമ്മുടെ ഉപവാസം, നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കല്, നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന, നമ്മൾ ശരീരത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, മുട്ടുകുത്തി നിന്ന് ചിലപ്പോൾ ചാറിലെ മുട്ടുകുത്തി, അങ്ങനെ നമുക്ക് ത്യാഗവും സഹനവും കട്ടപ്പാടും സ്വയം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നന്മ ചെയ്ത് ധ്യാനധർമ്മം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്യാം. പരിഹാരം ചെയ്യണമെങ്കിൽ അത് കർത്താവ് ചെയ്തു. പാപപരിഹാരത്തിനായി രക്തം കർത്താവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അത് ബലിപീഠത്തിൽ അർപ്പിച്ച്, ഈ ജീവനുള്ളത് കൊണ്ട്, രക്തത്തിൽ ജീവനുള്ളത് കൊണ്ട്, പാപത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ, മരിച്ചു പോയ ആ മനുഷ്യന് ജീവിതത്തിന് ജീവൻ തരാൻ ജീവനുള്ള രക്തം ഇതാ ചിന്തപ്പെടുകയാണ്. അതാണ് പഴയ നിയമത്തില് ഈ ആടിന്റെയും കാളകളുടെയും ഒക്കെ ജീവനുള്ള രക്തം കൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ അനന്തരപരമായ മരണത്തിൽ നിന്ന്, ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് ജീവനുള്ള രക്തം പാപപരിഹാരമായി സ്വീകരിച്ചുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി പാപപരിഹാര ബലികൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ രക്തം ഇതുപോലെ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നമ്മളൊക്കെ പാപികളാ, നിരന്തരം പാപം ചെയ്യുന്നവരാ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയും, ഈ പാപപരിഹാര ബലി കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ നാം അർപ്പിക്കണം. രക്താർപ്പിത ബലി, രക്തം ചിന്തിയ ബലി, യേശു അർപ്പിച്ച ബലി, ഏക ബലി, പാപത്തിന് പരിഹാരമായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ് ജീവനുള്ള രക്തം, ജീവൻ നൽകുന്ന രക്തം. നമ്മൾ അതിനെ കുറിച്ച് ദിവസങ്ങളിൽ കൂടുതൽ കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ രക്തം ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ച് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ രക്തം ചിന്തുന്ന കർത്താവിന്റെ പരിശുദ്ധ കുർബാനയെ, ആ തിരുശരീരത്തെ, തിരുരക്തത്തെ അറിഞ്ഞ് അനുഭവിച്ച് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിച്ച് ആ ജീവൻ നൽകുന്ന യേശുവിന്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കണം, പാനം ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തില് ഈ വില അറിഞ്ഞ്, ഈ അർത്ഥം മനസ്സിലാക്കി കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച്, നമ്മളൊക്കെ പാപികളാണ്, നമ്മുടെ മക്കള് പാപികളാ, നമ്മുടെ കുടുംബാംഗങ്ങൾ പാപികളാ. ഒറ്റ വഴിയുള്ളൂ, ഈ രക്തം. പുതിയ നിയമത്തിൽ ആടിനെയോ കാളയെയോ അർപ്പിച്ചുള്ള ബലിയില്ല. കാരണം എല്ലാ ബലിയുടെയും പൂർത്തീകരണമായ പരിശുദ്ധനായ കുഞ്ഞാടായ യേശുവിന്റെ രക്തം ചിന്തപ്പെട്ടു കഴിഞ്ഞു. ഏകബലി ലോകാവസാനം വരെ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ രക്താർപ്പിത ബലി ഇന്നും അർപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഈ ബലി അർപ്പിച്ച് പാപപരിഹാരം നേടി എന്റെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിനു വേണ്ടി നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ പാപത്തിന്റെ ശക്തി, ശാപത്തിന്റെ ശക്തി, മരണത്തിന്റെ ശക്തി, പിശാചിന്റെ ആധിപത്യം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ നാടിനെ, ദേശത്തെ, ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ രക്തത്തെ നാം വിലമതിക്കണം, സ്വീകരിക്കണം. ഈ രക്താർപ്പിത ബലി നമ്മൾ അർപ്പിക്കണം.
ചിലരെങ്കിലും രക്താർപ്പിത ബലിയല്ലെന്നൊക്കെ പറഞ്ഞ് പല പഠിപ്പിക്കലാതിലേക്ക് വരുന്നുണ്ട്. മക്കളെ, ഇതാണ് സത്യം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നാം വായിച്ചില്ലേ, അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. ആ രക്തമാണ് മക്കളെ ഓരോ ദിവസവും നമ്മുടെ ബലിപീഠത്തിൽ, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ചിന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ രക്തം. മക്കളെ, ആ രക്തം നമ്മൾ സ്വീകരിക്കണം. ആ രക്താർപ്പിത ബലി നമ്മൾ നമ്മുടെ പാപത്തിനു വേണ്ടി, മക്കളുടെ പാപത്തിനു വേണ്ടി, കുടുംബത്തിന്റെ പാപത്തിനു വേണ്ടി, നമ്മുടെ തലമുറയുടെ പാപത്തിനു വേണ്ടി ബലിയർപ്പിച്ച് പരിഹാരം നേടിയെടുക്കണം. ഇതിന്റെ ആഴങ്ങളിലേക്ക് വരുവാൻ നമുക്കിടയാകട്ടെ. പഴയ നിയമത്തിൽ തുടങ്ങി വെച്ച രക്താർപ്പിത ബലിയുടെ പൂർണ്ണത ഇന്നും കർത്താവിന്റെ കുരിശിലെ ബലിയിലൂടെ, ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബലികളിലൂടെ, ബലിപീഠങ്ങളിൽ വീഴ്ത്തപ്പെടുമ്പോ ആ രക്തം സ്വീകരിച്ചുകൊണ്ട് ആ പരിഹാരം ചെയ്ത് ജീവിക്കുവാൻ, അത് സ്വന്തമാക്കുവാൻ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ ഈശോയുടെ രക്തത്തെ ആരാധിക്കാം, രക്തത്തെ സ്വീകരിക്കാം, രക്തത്തിന്റെ അനന്തര ഫലങ്ങൾ സ്വന്തമാക്കാം. കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യമേ, സ്വർഗീയ പിതാവേ, ഇരു കരങ്ങളും സന്തോഷത്തോടെ വിരിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങളാരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈശോയെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈശോയുടെ തിരുരക്തത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും തിരുമനസ്സായ അങ്ങയുടെ സ്നേഹാതിരേകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷാകരമായിട്ട് ഈശോ ചിന്തിയ രക്തത്തോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പരിശുദ്ധ രക്തത്തെ ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചു. ആ രക്ഷ കൈവരിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് രക്തം ചിന്തിയാണെന്ന സത്യം ഞങ്ങൾ ആഴത്തിൽ അനുഭവിച്ചറിയട്ടെ. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങൾ കുരിശിൽ പിരിച്ചു പിടിച്ച് ഞാൻ ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് കീറി മുറിയപ്പെട്ട തിരുശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തവും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നൽകി. ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പാപപരിഹാരത്തിനു വേണ്ടി, ജീവൻ നൽകാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്കായി ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്നു. ഈശോയെ, പാപപരിഹാരത്തിനു വേണ്ടി അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന അങ്ങയുടെ രക്തത്തെ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ, സ്വന്തമാക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. അതിന് സാധിക്കാതെ പോയ ഞങ്ങളുടെ മക്കളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ തലമുറയെ ഓർത്ത്, കർത്താവേ, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ച് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഈശോയെ, അങ്ങേ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അങ്ങേ രക്ഷാകരമായ ജീവദായകമായ രക്തത്താൽ ഞങ്ങളെ വീണ്ടും പുതിയ ജീവനിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് അങ്ങയുടെ തിരുരക്തത്തിലേക്ക്, അങ്ങയുടെ തിരുമുറിവുകളിലേക്ക്, കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് ഒഴുകപ്പെടുന്ന രക്തത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി ഇവരെ കഴുകണമേ. യേശുവേ, മക്കളെ കഴുകണമേ. തിരുരക്തത്താലെ കഴുകണമേ. കർത്താവേ, അങ്ങയുടെ തിരുരക്തത്തിന്റെ വലിയ ശക്തിയും തിരുരക്തത്തിന്റെ ജീവന സമൃദ്ധിയും തിരുരക്തത്തിന്റെ രക്ഷാകര പ്രവൃത്തികളും ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും
സംജാതമാകട്ടെ. അങ്ങനെ പാപത്തിന്റെ അനന്തര ഫലങ്ങൾ നീക്കപ്പെടുന്ന അങ്ങനെ രക്തത്തിന്റെ ശക്തി, പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അങ്ങ് നൽകിയ, നിശ്ചയിച്ചു തന്ന രക്തത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കൾ അനുഭവിച്ച് പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, പിശാചിനാധിപത്യങ്ങളുടെ, അവകാശങ്ങളുടെ ശക്തികളെ തകർത്തെറിഞ്ഞ് അങ്ങ് രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങേ രക്തത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, പ്രാർത്ഥനകള് ഈശോയുടെ പരിശുദ്ധ രക്തത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക്, ദിവ്യകാരുണ്യനാഥന്റെ കീറിമുറിയപ്പെട്ട ശരീരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായി പ്രാർത്ഥിക്കേണ്ട മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ആ വലിയ മോചനം, രക്തത്താൽ ഞങ്ങൾക്ക് നൽകിയ മോചനം ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും അനുഭവവേദ്യമാക്കിക്കൊണ്ട് സ്വയേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഹല്ലേലൂയ. സ്വയേ നന്ദി, സ്വയ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുരക്തത്തിന്റെ ശക്തി പ്രകടമാക്കി ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ വീടിനെ, മണ്ണിനെ അനുഗ്രഹിക്കണമേ. ആമേൻ.